ശ്രീ BJPയുടെ പ്രതിനിധി ശ്രീ നന്ദു, എന്താണ് ഈ നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഇത് ഒരു സമൻസ് അല്ല, മുഖ്യമന്ത്രിയോ മുൻ ധനമന്ത്രിയോ ഒന്നും ഹാജരാവണ്ട, മറിച്ച് അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കണക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ ബോധിപ്പിച്ച അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ അത് അറിയിച്ചാൽ മാത്രം മതി. അത് അറിയിക്കാനാണ് സാധ്യത. അറിയിക്കുമോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വന്ന ശേഷം തീരുമാനിക്കാമെന്നാണ് നേരത്തെ മുൻ ധനമന്ത്രി ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. വായ്പ എടുത്ത പൈസയിൽ 466 കോടി രൂപ കൊണ്ട് വികസന പദ്ധതികൾക്ക് സ്ഥലമേറ്റെടുത്തു എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുള്ളൊരു കാര്യമാണോ? അങ്ങനെയല്ല. ഇതിനകത്ത് വളരെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കൃത്യമായി തന്നെ ജനങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുണ്ട്, പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു വയലേഷൻ നടന്നിട്ടുണ്ട്. അത് അവർ പറയുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ കിഫ്ബിയുടെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ശ്രീ തോമസ് ഐസക് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ ആ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പോയിന്റ്സ് അദ്ദേഹം വളരെ വാലിഡേറ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണിക്കാൻ മാത്രമായിട്ടാണ് അദ്ദേഹം താങ്കൾ കൊടുത്ത മുഴുവൻ സമയത്തെ ഉപയോഗിച്ചത്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള വാലിഡേറ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഞാൻ കണ്ടില്ല. താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരിടത്തും എനിക്ക് അങ്ങനെ ഒരു വാലിഡേറ്റ് പോയിന്റ്സ് കാണാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹം പറയാൻ ശ്രമിച്ചതെല്ലാം ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇതൊരു രാഷ്ട്രീയ കളിയാണ്, ഞങ്ങൾ അല്ലാത്ത എന്താണ് നോട്ടീസിലുള്ളത്? അതായത് ഇത് വളരെ സ്പെസിഫിക് ആണ്. എന്താണ് ഇഡി കണ്ടെത്തുന്ന വയലേഷൻ? അത് ഫെമ വയലേഷൻ ആണ്. 2016 RBIയുടെ റെഗുലേഷൻ അനുസരിച്ച് ലാൻഡ് പർച്ചേസിന് ഈ വിദേശ വിപണിയിൽ നിന്നെടുക്കുന്ന കടം ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ലാൻഡ് പർച്ചേസ് അല്ല, ലാൻഡ് അക്യൂസിഷൻ ആണ് നടന്നിട്ടുള്ളത്. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ബാധകമാകുന്ന ലാൻഡ് അക്യൂസിഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലാൻഡ് അക്യൂസിഷന് ഒരു സർക്കാരിന്റെ വികസന പദ്ധതികളെ എങ്ങനെയാണ് ഫെമ വയലേഷൻസിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുക? അപ്പോൾ ഒന്നും നടക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു കടലാസ് എഴുതി അയച്ചേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് എഴുതി അയച്ച കടലാസ് എന്നുള്ളതിനപ്പുറത്ത് എന്ത് സാങ്ക്ടിറ്റി ഉണ്ട് അതിന് എന്നുള്ളതാണ് പ്രശ്നം. ഇതിനകത്ത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനല്ല പൊതുസമൂഹം മുഴുവൻ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗവൺമെന്റ് സംവിധാനം അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഇഡി എന്ന് പറയുന്ന സംവിധാനം, അവർ സ്വാഭാവികമായും ഈ കേസിലേക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഷോക്കോസ് അയക്കുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും അവരുടെ ലീഗൽ സൈഡിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടാതെ അവർ ചെയ്തില്ലല്ലോ. ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. ഇതേ കേസിൽ നമ്മൾ മറ്റു കേസിലേക്കൊന്നും പോകണ്ട. വസന്ത് പറഞ്ഞ വളരെ സിമ്പിൾ ആയി ഇതേ കേസിൽ ഡോക്ടർ തോമസ് ഐസക്കിന് സമൻസ് അയച്ചു, നിരവധി തവണ അയച്ചു. തോമസ് ഐസക് പോയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ട് പോയില്ല. പകരം എന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ഈ വിഷയം വന്നു. അപ്പോൾ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോട് ചോദിച്ചു എന്തിനാണ് ഇദ്ദേഹത്തെ സമൻ ചെയ്യുന്നത്, എന്തിനാണ് ഇദ്ദേഹം അക്കൗണ്ട് രേഖകളുമായി ഹാജരാകണം എന്ന് പറയുന്നത്, എന്തിനാണ്, നിങ്ങളുടെ കാര്യം എന്താണ്, റീസൺ എന്താണ് ചോദിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതിയെ അത് ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നേ. എന്തിനാണ് തോമസ് ഐസക്കിനെ സമൺ ചെയ്യുന്നത് എന്ന് കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരു കേസാണ്. താങ്കൾ പറഞ്ഞതുപോലെ നിയമമൊക്കെ നോക്കി നിയമോപദേശമൊക്കെ സ്വീകരിച്ച് നടന്നാണെങ്കിൽ ഇന്ന കാര്യത്തിലാണ് മുൻ കേരള ധനമന്ത്രിയെ ഞങ്ങൾ സമൺ ചെയ്തത്, അവർ കൃത്യമായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് പറയേണ്ട കോടതിയിൽ അത് പറയാൻ പോലും പറ്റാത്ത ഒരു ഏജൻസിയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശ്രീ അഭിലാഷ്, താങ്കൾ കുറച്ച് നേരത്തേക്ക് എനിക്കൊന്ന് വഴങ്ങിത്തരണോ? കുറച്ച് നേരത്തേക്ക് ഇതിനകത്തൊരു കാര്യം നോക്കൂ. നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്താറുണ്ട്. ഇപ്പോൾ കൊടകര കേസ് വന്ന സമയത്ത് ശ്രീ കെ സുരേന്ദ്രനെതിരെ ഇവിടുത്തെ സർക്കാർ ഒരു കേസ് ഫ്രെയിം ചെയ്തു. ആ കേസ് ഫ്രെയിം ചെയ്ത് ഈ പറഞ്ഞ ആളുകളെ എല്ലാം 1, 2, 3 ഞങ്ങളുടെ സംഘടനാ സെക്രട്ടറിമാരെ ഉൾപ്പെടെ 1, 2, 3 പ്രതികളായി നിങ്ങൾ ചേർത്തു, അല്ലെങ്കിൽ സർക്കാർ ചേർത്തു. അങ്ങനെ ചേർത്തതിന് ശേഷം നിങ്ങളുടെ പോലീസ് ഞങ്ങളോടൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സമൻ ചെയ്തപ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോടതിയിലേക്കാണോ പോയത്? ഞങ്ങൾ നേരെ ഹൈക്കോടതിയിലേക്കല്ലല്ലോ പോയത്. ഞങ്ങൾ നേരെ പോയത്, ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് രാഷ്ട്രീയമായി ഫ്രെയിം ചെയ്ത കേസാണ്. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിലനിൽക്കില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധിപ്പിച്ചു കൃത്യമായി ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ്. ഞങ്ങൾ എന്താ ചെയ്തത്? നേരിട്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ ഏജൻസികളെ മുന്നിൽ ചെന്നിരിക്കാനുള്ള ധൈര്യം ഞങ്ങൾ കാണിച്ചു. അവിടെ ചെന്നിരുന്ന് അവർ ചോദിച്ച മുഴുവൻ ചോദ്യം ഞങ്ങൾ ഒരിടത്ത് പോലും മുമ്പ് ഈ പറയുന്ന സമൻ ചെയ്ത സമയത്ത് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ സമയക്കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞ് ഈ പരാതി കൊടുത്ത ഈ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ പോലും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് പോലും അദ്ദേഹം അവിടെ ചെന്നിരിക്കാൻ തയ്യാറായി. നമ്മൾ പ്രീവിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ അമിത്ഷാ ഉൾപ്പെടെ, ഇന്ന് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആൾ ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്.
ഒരു ഏജൻസി നമ്മളെക്കുറിച്ച് ഒരു കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് എങ്കിൽ നമ്മൾ ആ ആശങ്ക പരിഹരിക്കാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാൻ താങ്കളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ വാലിഡേറ്റ് ആയി ഒന്നും ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വന്ന കാര്യം. ശ്രീ അഭിലാഷ്, ലെറ്റ് മീ കംപ്ലീറ്റ്. അതിനകത്ത് അങ്ങനെ പോയില്ല എന്നുള്ളതൊന്ന്. എന്തിനാണ് അദ്ദേഹം കോടതിയിലേക്ക് പോയത്? അദ്ദേഹം കോടതിയിലേക്ക് പോയിട്ട് അദ്ദേഹം ആ കോടതിയിൽ സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറയുന്നത് ക്യാബിനറ്റ് ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ് ഡിസിഷന്റെ ഭാഗമായിട്ടാണ് കിഫ്ബി മസാല ബോണ്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഇ ഡി അയച്ചിട്ടുള്ള ഈ ഷോക്കോസിനകത്തുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ലേ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സമൻ ചെയ്തു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് വന്നു? ഈ പറയുന്ന ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ഇദ്ദേഹം ആ പറഞ്ഞ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിനകത്തുണ്ട്. എന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സ്വാഭാവികമായും അഴിമതി നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിലേക്ക് പോയി സ്വന്തം ബോധിപ്പിക്കാൻ കഴിയണ്ടേ സാർ? നിങ്ങൾ സുരേന്ദ്രനെ വേട്ടയാടിയില്ലേ? നിങ്ങൾ എന്ത് കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് വേട്ടയാടിയത്? ഒരു ഏജൻസി വിളിക്കുമ്പോൾ പോവുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ മാന്യതയല്ലേ? വെറുതെ ഒരു കടലാസ് അയച്ചാലോ? മെറിറ്റ് വേണ്ടേ? കടലാസിൽ നിന്ന് തന്നത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ എന്ത് മെറിറ്റാ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു? ഒരു മെറിറ്റ് ഉണ്ടായില്ല. ഒരു മെറിറ്റ് ഉണ്ടായില്ല. അമിത്ഷായ്ക്കെതിരെ നിങ്ങൾ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്ത് മെറിറ്റാ ഉണ്ടായിരുന്നു? ഒരു മെറിറ്റ് ഉണ്ടായിരുന്നില്ല. തകർന്നു പോയില്ലേ കോടതിയിലേക്ക് പോയപ്പോ? അന്വേഷണം നേരിട്ട് ഒരു സിംഗിൾ കേസിൽ സിംഗിൾ പരാമർശം രാജ്യത്തെ ഇതിനകത്ത് കൃത്യമായി ചട്ടവിരുദ്ധമായുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ രേഖ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവർ തന്നെ കൃത്യമായി സമൂഹത്തിന്റെ മുൻപിൽ വിശദീകരിച്ചിട്ടുണ്ട്.